ബയോളജിയിൽ ഒരു ചെറിയ ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. ആ ചാപ്റ്ററിൽ എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുക. ഈ ചാപ്റ്ററിന് നമുക്ക് ആദ്യമേ 4 സെഷൻസിലേക്ക് കൊണ്ടുവരാം, 4 ഹെഡിങ്സിലേക്ക്. ഒന്നാമത്തത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സെക്കൻഡ് ഹെഡിങ് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി. തേർഡ് ഹെഡിങ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ലാസ്റ്റ് ഹെഡിങ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പ്യൂർലി നമുക്ക് NCERT ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഒന്നാമത്തത് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, സെക്കൻഡ് ഹെഡിങ് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി, തേർഡ് ഹെഡിങ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ലാസ്റ്റ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഒന്ന് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, രണ്ട് pattern of biodiversity, 3 loss of biodiversity, 4 conservation of biodiversity. Conservation of biodiversity എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടാവുന്ന സെഷനാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ലോസിൽ നിന്ന് ഉണ്ടാവും, പാറ്റേണിൽ നിന്ന്, ലെവൽസിൽ നിന്ന്. ഏറ്റവും കൂടുതൽ തവണ നമുക്ക് ചോദിച്ചു കണ്ടത് കൺസർവേഷനിലാണ്. ഓക്കെ, നമുക്ക് ആദ്യം എല്ലാത്തിനെയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ലെവൽസിൽ നമുക്ക് ഇതിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലെവൽസ്, ഫസ്റ്റ് വൺ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സെക്കൻഡ് ഹെഡിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, തേർഡ് ഹെഡിങ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ലെവൽസിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. പാറ്റേണിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, പാറ്റേണിലേക്ക് വരാം. പാറ്റേൺ നമുക്ക് 2 ഹെഡിങ് ആണ് പഠിച്ചെടുക്കാനുള്ളത്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്, രണ്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, latitudinal gradient and species area relationship. First, latitudinal gradient. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോവാം. ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രോപ്പിക്കൽ റീജിയൻ അല്ലെ? ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാ ട്രോപ്പിക്കൽ. ഇതിനു മുകളിൽ ട്രോപ്പിക്കൽ റീജിയനിൽ നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലത്തിന്റെ പേരാ ടെമ്പറേറ്റ് റീജിയൻ. ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്. ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്ന റീജിയൻ വിളിക്കുന്ന പേരാ പോളാർ. ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം ട്രോപ്പിക്കൽ റീജിയൻ. ട്രോപ്പിക്കലിന് മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേറ്റ് റീജിയൻ, ടെമ്പറേറ്റിന് മുകളിൽ പോകുമ്പോൾ പോളാർ റീജിയൻ. നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമുക്കറിയേണ്ടത്. ആസ് വി മൂവ് ഫ്രം ഇക്വേറ്റർ ടുവാർഡ്സ് പോൾ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? ഈ കാര്യത്തിന് നമുക്കൊരു ഉത്തരം വേണം അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ട്രോപ്പിക്കൽ, നമ്മൾ ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം ട്രോപ്പിക്കൽ. ഇവിടെ നമ്മൾ ഒരു സ്ഥലം എടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് കൊളംബിയ. കൊളംബിയയിലെ നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് 1400 നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് ആണുള്ളത്. നമ്മൾ ആ കൊളംബിയക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോവാം. ട്രോപ്പിക്കലിൽ തന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിലെ നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് 1200 ആണ്. നമുക്ക് കാണാം ട്രോപ്പിക്കൽ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയുന്നതായിട്ട് കാണാം. നേരെ നമ്മൾ ടെമ്പറേറ്റ് റീജിയനിലെത്തി. ടെമ്പറേറ്റ് റീജിയനിൽ നമ്മൾ എടുത്തേക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്, ട്രോപ്പിക്കലിൽ നമ്മൾ ആദ്യം എടുത്ത കൊളംബിയ, രണ്ടാമത് ഇന്ത്യ. ഇനി ഇവിടെ നമ്മൾ കാണുന്ന സ്ഥലം ന്യൂയോർക്ക്. ടെമ്പറേറ്റിൽ നമ്മൾ കാണുന്ന സ്ഥലത്തിന്റെ പേരാ ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് 105, 105. ഭയങ്കരമായിട്ട് കുറഞ്ഞു. ട്രോപ്പിക്കലിന് ടെമ്പറേറ്റിലേക്ക് പോകുമ്പോൾ സ്പീഷീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞായിട്ട് കാണാം. ലാസ്റ്റ് പോളാർ റീജിയൻ. പോളാറിൽ നമ്മൾ എടുത്തേക്കുന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ്.
ഈ ഗ്രീൻലാൻഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗ്രീൻലാൻഡിലെ നമ്പർ ഓഫ് ബേർഡ് സ്പീഷീസ് 56 ആണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണോ അതോ ഡിക്രീസ് ചെയ്യുന്നതാണോ? ഡിക്രീസ് ചെയ്യുന്ന അല്ലേ? As we move from equator towards pole, species diversity decreases. ഒരു സംശയവും വേണ്ട, ഇക്വേറ്റർ നമ്മൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയൂന്ന് അല്ലേ? ഒരു റിലേഷൻഷിപ്പ് നമുക്കൊന്ന് എഴുതാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞാലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയും. ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും ലാറ്റിറ്റ്യൂഡ് ആണെങ്കിലും സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത്. As we move from equator towards pole, species diversity decreases. നമുക്കിനി അറിയണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റീസൺ ഫോർ ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻ. എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ ഇത്രത്തോളം ഡൈവേഴ്സിറ്റി കാണുന്നത്? റീസൺ ഫോർ ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻ. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തത് അവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്, ഭയങ്കര സൗരോർജം. സൺലൈറ്റ് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ നല്ല സൂര്യപ്രകാശം ഉള്ള ഒരു സ്ഥലത്ത് ഒരു ചെടി കൊണ്ടുവച്ച് കുഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വളരും അല്ലേ? സൺലൈറ്റ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം. അപ്പൊ ട്രോപ്പിക്കൽ റീജിയനിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള വലിയൊരു കാരണം എന്താ? സൺലൈറ്റ്. ഓക്കെ, more solar energy is available in the tropical region. It contribute to greater productivity. ഒന്നാമത്തെ പോയിന്റ് ആയി solar energy. Okay, that means sunlight. Second one, രണ്ടാമത് എന്താ നമുക്ക് നോക്കണം. ഗ്ലേസിയേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്ലേസിയേഷൻ നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നുണ്ട്, മഞ്ഞുമലകളൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന പോലെ. ഐസ് ഏജ് പറയുന്ന മൂവിയിലൊക്കെ അതെന്താ സംഭവം? ഗ്ലേസിയേഷൻ. അതായത് ഈ പോളാർ റീജിയനിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഒലിക്കുക, ടെമ്പറേറ്റ് റീജിയനിൽ ഇങ്ങനെ പറഞ്ഞു വരും. പക്ഷെ ഒരിക്കലും ട്രോപ്പിക്കൽ റീജിയൻ എഫക്ട് ചെയ്തിട്ട് കാലങ്ങൾ എത്രയോ കഴിഞ്ഞു. ട്രോപ്പിക്കൽ ഏരിയനെ തൊട്ടിട്ടില്ല. ടെമ്പറേറ്റ് ഏരിയ ഹാവ് അണ്ടർഗോൺ ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻ ഇൻ ദി പാസ്റ്റ്, ബട്ട് ട്രോപ്പിക്കൽ റീജിയൻ റിമൈൻ അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺ ഓഫ് ഇയേഴ്സ്. കാലങ്ങളായി ട്രോപ്പിക്കൽ റീജിയനിൽ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ടെമ്പറേറ്റ് റീജിയനിൽ വന്നിട്ട് അവിടെയുള്ള അവിടെയുള്ള പുതിയ പുതിയ സ്പീഷീസ് എസ്റ്റാബ്ലിഷ് ആവുന്ന എല്ലാത്തിനെയും നശിപ്പിച്ച് കളയും. ബട്ട് ട്രോപ്പിക്കൽ റീജിയൻ റിമൈൻ അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺ ഓഫ് ഇയേഴ്സ്. അപ്പൊ രണ്ടാമത്തെ ഗ്ലേസിയേഷൻ. ഒന്ന് സൺലൈറ്റ്, രണ്ട് ഗ്ലേസിയേഷൻ, മൂന്ന് പ്രെഡിക്റ്റബിൾ ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ക്ലൈമറ്റ് പ്രെഡിക്റ്റബിൾ ആ, തോന്നിയ സമയത്ത് തോന്നിയത് വരെയല്ല. പ്രെഡിക്റ്റബിൾ ക്ലൈമറ്റ്, ദാറ്റ് മീൻസ് ലെസ് സീസണൽ വേരിയേഷൻ. സീസണൽ വേരിയേഷൻസ് കുറവാണ്. നമുക്കറിയാം ഓരോ കാലവും പ്രെഡിക്റ്റബിൾ ആണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ ഇത്രത്തോളം ഡൈവേഴ്സിറ്റി കൂടിയത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ബയോഡൈവേഴ്സിറ്റി പാറ്റേണിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ. ആ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ നമ്മൾ പഠിച്ചേ. രണ്ടാമത്തെ കാര്യം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലം. ഓക്കെ, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. നമുക്ക് ഗ്രാഫ് വരച്ച് തുടങ്ങാം. രണ്ട്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്ത ആരറിയോ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്തത്. അതെന്താ ചെയ്തത്? ആൾ ആദ്യം ഒരു ഏരിയ എടുത്തു, നമ്മുടെ ഒരു സാധാരണ ഒരു സ്ഥലം. ആ സ്ഥലത്തിലെ നമ്പർ ഓഫ് സ്പീഷീസിനെ അയാൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം എണ്ണുമ്പോൾ ഇങ്ങനെ സ്പീഷീസ് കൂടി കൂടി കിട്ടും. അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ആൾക്ക് വീണ്ടും സ്പീഷീസിനെ കിട്ടി. വീണ്ടും അടുത്ത സ്ഥലം അയാൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോഴേ വീണ്ടും അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നേരത്തെ എണ്ണിയ സ്പീഷീസിനെ തന്നെയല്ലേ വീണ്ടും കാണുക. അത് വീണ്ടും എണ്ണാൻ പറ്റുമോ? ഒരു തവണ നമ്മൾ മാവ് എണ്ണി, ഇനി അപ്പുറത്ത് പോകുമ്പോൾ 2 മാവ് 3 മാവ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുമോ? ഒരു സ്പീഷീസിന് ഒരു തവണ അല്ലേ കൗണ്ട് ചെയ്യാൻ പറ്റൂ.
അപ്പൊ അയാൾ ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസിന് എന്താ സംഭവിക്കുന്നത് അയാൾ നോക്കിയത്. ഓക്കെ, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് നേരെ വന്നു, ആദ്യം തന്നെ ഒരു ഏരിയ ചൂസ് ചെയ്തു, ആ ഏരിയയിൽ നമ്പർ ഓഫ് സ്പീഷീസിനെ കൗണ്ട് ചെയ്തു, വീണ്ടും വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി, അവിടെ പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും സ്പീഷീസിനെ എണ്ണി, പിന്നും പോകുമ്പോഴാണ് ആദ്യം എണ്ണിയ സ്പീഷീസിനെ തന്നെ കാണുന്നത്. അപ്പൊ വീണ്ടും പോകുമ്പോൾ പിന്നെ സ്പീഷീസിന് കിട്ടുമോ? ഇല്ല. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇയാൾ എന്താ പറഞ്ഞേ? ഇയാൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്പർ ഓഫ് സ്പീഷീസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് എക്സ്പ്ലോർഡ് ഏരിയ, but up to a certain limit then it become constant. അങ്ങനെ നമുക്ക് അയാളെ കണ്ടുപിടിച്ച ആ റിലേഷൻഷിപ്പിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എക്സ് ആക്സിസിലാണ് എടുത്തേക്കുന്നത് ഏരിയ, വൈ ആക്സിൽ എടുത്തേക്കുന്നത് സ്പീഷീസ് റിച്ച്നെസ്. ഏരിയയും സ്പീഷീസ് റിച്ച്നെസ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് rectangular hyperbola. rectangular hyperbolic shape ഉള്ള ഗ്രാഫാ കിട്ടിയിരിക്കുന്നത്. rectangular hyperbola. rectangular hyperbola. x ആക്സിൽ എടുത്തേക്കുന്ന ഏരിയ, y ആക്സിൽ എടുത്തേക്കുന്ന സ്പീഷീസ് റിച്ച്നെസ്, കിട്ടിയിരിക്കുന്ന ഗ്രാഫിന്റെ ഷേപ്പ് rectangular hyperbola. rectangular hyperbola. ഇതിൽ നിയാളെ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ s equal to ca raised to z. s equal to ca raised to z. ഇതിനെ ലോഗരിതമിക്കലി പ്ലോട്ട് ചെയ്തപ്പോൾ ആൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസിലേക്ക് നോക്കാം. log s is equal to log c plus z log a. log s is equal to log c plus z log a. നോർമലി കിട്ടിയിരിക്കുന്ന ഗ്രാഫിന്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ s equal to ca raised to z. അത് ലോഗരിതമിക്കലി പ്ലോട്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ log s is equal to log c plus z log a. എക്സ് ആക്സിൽ എടുത്തേക്കുന്ന ഏരിയ, വൈ ആക്സിൽ എടുത്തേക്കുന്ന സ്പീഷീസ് റിച്ച്നെസ്, കിട്ടിയിരിക്കുന്ന ഗ്രാഫിന്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. എന്താ ഇതിലുള്ള ഓരോ ലെറ്റേഴ്സും റെപ്രസെന്റ് ചെയ്യുന്നത്? എസ് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, എ പറഞ്ഞാൽ ഏരിയ, എസ് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, എ പറഞ്ഞാൽ ഏരിയ, സി പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ്, Z പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ലൈൻ അഥവാ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. regression coefficient. ഇതാണ് നമ്മുടെ സ്ലോപ്പ് വരുന്നത്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ, ദാറ്റ് മീൻസ് Z ആണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. അതിനെ വിളിക്കുന്ന പേര് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. S പറഞ്ഞ സ്പീഷീസ് റിച്ച്നെസ്, A പറഞ്ഞ ഏരിയ, C പറഞ്ഞ വൈ ഇന്റർസെപ്റ്റ്, Z പറഞ്ഞ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, അഥവാ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. നോർമലി നമുക്ക് Z ന്റെ വാല്യൂ, Z നോർമലി 0.1 to 0.2. നോർമലി Z ന്റെ വാല്യൂ 0.1 to 0.2. Species of whole continent species എടുത്തു കഴിഞ്ഞാൽ Z is equal to 0.6 to 1.2. Species of whole continent Z is equal to 0.6 to 1.2. ഇനി നമ്മൾ ഫ്രൂജിവോറസ് കേട്ടിട്ടില്ലേ? ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ളവര്, ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദി ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റില് ഡിഫറെന്റ് കോണ്ടിനെന്റില് ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സും മാമൽസും എടുത്താൽ അവർ വീണ്ടും വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാണാൻ പറ്റും. അവരുടെ കേസിൽ സെഡിന്റെ വാല്യൂ Z is equal to 1.15. അപ്പൊ ഗ്രാഫ് എന്താ മോർ സ്റ്റീപ്പർ ആവും. സ്റ്റീപ്പർ പറഞ്ഞാൽ കുത്തനെ അങ്ങോട്ട് പോകും. സ്ലോപ്പ് കൂടിയാണ്ടില്ലേ, ഗ്രാഫ് മോർ സ്റ്റീപ്പർ ആവും. നോർമലി Z is equal to 0.1 to 0.2. Species of whole continent Z is equal to 0.6 to 1.2. Then fruit eating, that means frugivorous birds and mammals in the tropical forest of different continents, it is equal to 1.15. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഗ്രാഫ് നമുക്ക് പ്രപ്പോസ് ചെയ്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ലോസ്
ബയോഡൈവേഴ്സിറ്റി നാശത്തിന് കാരണം ഈവിൾ കോട്ടേറ്റ്. 4 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബയോഡൈവേഴ്സിറ്റി നാശത്തിന് കാരണം എന്തൊക്കെയാ നമുക്ക് നോക്കാം. 4 കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചെടുക്കാനുള്ള. ഒന്ന്, ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ബയോഡൈവേഴ്സിറ്റി നാശത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം, പ്രൈമറി ആൻഡ് മേജർ കോസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ. പ്രൈമറി ആൻഡ് മേജർ കോസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നാശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം habitat loss and fragmentation. Primary and major cause of loss of biodiversity. Habitat loss and fragmentation. And overexploitation. When need turns to greed, it leads to overexploitation. ആവശ്യം അത്യാഗ്രഹത്തിലേക്ക് വഴിമാറി അപ്പോഴാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് ലീഡ് ആയിരിക്കുന്നത്. അങ്ങനെ നശിച്ചു പോയ 2 ആളുകൾ ആ സ്റ്റെല്ലർ സീ കൗ, പാസഞ്ചേഴ്സ് പീജിയൻ. സ്റ്റെല്ലർ സീ കൗ ആൻഡ് പാസഞ്ചേഴ്സ് പീജിയൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റെല്ലർ സീ കൗ, പാസഞ്ചേഴ്സ് പീജിയൻ. മൂന്നാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കഴിഞ്ഞ മൂന്നാമത്തത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. പുറത്തുനിന്ന് ഒരാള് നമ്മുടെ അടുത്തേക്ക് വരികയാണ് നമ്മളെ നശിപ്പിക്കാന്. അവനാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. പുറത്തുനിന്ന് ഒരാൾ വരിക നമ്മുടെ അടുത്തേക്ക് നമ്മളെ നശിപ്പിക്കാന്. അങ്ങനെ വന്നേക്കുന്ന ഏലിയനുകൾക്ക് നമുക്ക് എക്സാമ്പിൾ അറിയണം. ഒന്നാമത് നമ്മൾ പഠിച്ചേക്കുന്ന ആളായിരുന്നു നൈൽ പേർച്ച്. അയാൾ എവിടത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? വിക്ടോറിയ പറയുന്ന ലേക്കില്, ഈസ്റ്റ് ആഫ്രിക്കയില് വിക്ടോറിയ പറയുന്ന ലേക്കിലേക്ക് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? നൈൽ പേർച്ചിനെ. ആ നൈൽ പേർച്ച് എന്ത് ചെയ്തു? അവിടെ ആ വിക്ടോറിയ പറയുന്ന ലേക്കില് സിക്കിൾഡ് ഫിഷസ് ഉണ്ടായിരുന്നു. കുറേ സ്പീഷീസ്, 200ഓളം സ്പീഷീസ് സിക്കിൾഡ് ഫിഷസ് ഉണ്ടായിരുന്നു. ആ 200 സ്പീഷീസ് ഓഫ് സിക്കിൾഡ് ഫിഷസിനെ നശിപ്പിച്ചു കളഞ്ഞു. ആര്? നൈൽ പേർച്ച്. Introduced into Lake Victoria of East Africa. It eliminate 200 species of sickled fishes. ഒന്നാമത്തെ ഏലിയൻ ആണ് നമ്മളിപ്പോ പഠിച്ചേക്കുന്ന നൈൽ പേർച്ച്. ഒന്നാമത്തെ ഏലിയൻ എക്സാമ്പിൾ നൈൽ പേർച്ച്. ഇയാൾ എലിമിനേറ്റ് ചെയ്തത് സിക്കിൾഡ് ഫിഷസിനെ. ഇയാളെ നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത് സിക്കിൾഡ് ഫിഷസിനെ. രണ്ടാമത്തെ എക്സാമ്പിൾ അറിയണം. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് നമുക്കൊക്കെ ഭയങ്കര പരിചയ. ആളുടെ പേര് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ചില ആളുകള് മുഴു എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പേരാ. ആഫ്രിക്കയിൽ നിന്ന് വന്നേക്കുന്നത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ഇവരുടെ വേറെ പേരാ ക്ലാരിയസ് ഗാരിപ്പിനസ്. ഇയാള് നമ്മുടെ നാട്ടിൽ വന്നു. നമ്മുടെ നോർമൽ റിവറിലൊക്കെ ഇയാളെ കൊണ്ടുപോയിട്ടു. അവിടെ ഉണ്ടായിരുന്ന സാധാരണ കാറ്റ്ഫിഷുകളെ മൊത്തം ഇയാളെ നശിപ്പിച്ചു. ഇറ്റ് എലിമിനേറ്റ് നേറ്റീവ് കാറ്റ്ഫിഷ് ഇൻ അവർ റിവർ. നമ്മുടെ റിവറിലുള്ള നാറ്റീവ് കാറ്റ്ഫിഷുകളെ നശിപ്പിച്ചു കളഞ്ഞു. ആര്? ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. വേറെ പേര് ക്ലാരിയസ് ഗാരിപ്പിനസ്. ഇറ്റ് എലിമിനേറ്റ് നാറ്റീവ് കാറ്റ്ഫിഷ് ഇൻ അവർ റിവർ. മൂന്നാമത്തെ ആള് കാരറ്റ് ഗ്രാസ് അഥവാ പാർത്തേനിയം. ഇയാളെ ഈ കാരറ്റ് ഗ്രാസ് അഥവാ പാർത്തേനിയം ആരെ നശിപ്പിച്ചെന്ന് അറിയണ്ടേ? വള്ളിച്ചെടികള്, കുറ്റിച്ചെടികള്, ഈ ചെടികളെയൊക്കെയാണ് നശിപ്പിച്ചത്. ഹെർബ്സിനെയും ഷ്രബ്സിനെയും. ഇറ്റ് എലിമിനേറ്റ് ഹെർബ്സ് ആൻഡ് ഷ്രബ്സിനെയും നശിപ്പിച്ചവനാണ് കാരറ്റ് ഗ്രാസ്. കാരറ്റ് ഗ്രാസിന്റെ വേറെ പേരാ പാർത്തേനിയം. കാരറ്റ് ഗ്രാസ് അഥവാ പാർത്തേനിയം. ഇറ്റ് എലിമിനേറ്റ് ഹെർബ്സ് ആൻഡ് ഷ്രബ്സ്. 3 ആളായി. നാലാമത്തെ ആളെ വേണ്ടേ? നാലാമത്തെ ആള് നിങ്ങൾ ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ വിളിക്കുന്ന ആള്. ടെറർ ഓഫ് ബംഗാൾ ആരാത്? ടെറർ ഓഫ് ബംഗാൾ ഐക്കോർണിയ, വാട്ടർ ഹയസിന്ത്. ഈ ഐക്കോർണിയ അഥവാ വാട്ടർ ഹയസിന്ത് അഥവാ ടെറർ ഓഫ് ബംഗാൾ ഇയാളെ നമ്മുടെ സാധാരണ റിവറിലൊക്കെ കൊണ്ടുവന്നിട്ടു. നമ്മളെ വാട്ടർ ബോഡിയിൽ കൊണ്ടുവന്നിട്ടു. നമ്മളിവിടെ ഉണ്ടായിരുന്ന സാധാരണ അക്വാട്ടിക് ഫ്ലോറ ഫോനോ ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ പിന്നെ ഓക്സിജനോ ന്യൂട്രിയൻസോ എന്തെങ്കിലും കൊടുക്കുവോ? ഇതങ്ങോട്ട് വളർന്ന് അങ്ങോട്ട് പന്തലിച്ച് മൊത്തം താഴെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഫുഡും ന്യൂട്രിയൻസും ഒന്നും കിട്ടാതായി. ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാതായി. ബാക്കിയെല്ലാം ചത്തുപോയി.
അക്വാട്ടിക് ഫ്ലോറാനെ ഫോനാനെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ആളുടെ പേരായിരുന്നു നമ്മളിപ്പോ പഠിച്ചേക്കുന്ന ടെറർ ഓഫ് ബംഗാൾ, ഐക്കോർണിയ. ഓക്കെ, ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ ഒരാളും കൂടെ, ലെന്റാന ക്യാമറ. ലെന്റാന ക്യാമറ നമ്മളൊക്കെ നാട്ടിൽ അരിപ്പൂച്ചെടി എന്നൊക്കെ പറയും. ലെന്റാന ക്യാമറ മേജർ റീസൺ ഫോർ ഡിഫോറസ്റ്റേഷൻ. പ്ലാന്റ്സുകളെ മേജർ പ്ലാന്റ്സിനെ വരെ പിഴുതെറിയുവൻ, അത്രത്തോളം കെൽപ്പുള്ളവനാ ലെന്റാന ക്യാമറ. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നത് ഏലിയൻ സ്പീഷീസില് 5 എക്സാമ്പിൾസ്. ഒന്നാമത്തെ ആള് നൈൽ പേർച്ച്, 2 ക്ലാരിയസ് ഗാരിബിനസ് അഥവാ ആഫ്രിക്കൻ കാറ്റ്ഫിഷ്, 3ാമത്തെ ആള് കാരറ്റ് ഗ്രാസ്, 4 ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിച്ചേക്കുന്ന ഐക്കോർണിയ, 5 ലെന്റാന ക്യാമറ. ഇത്ര ആളുകളാണ് ഏലിയൻ സ്പീഷീസിൽ വരുന്നത്. ലാസ്റ്റ് വൺ കോ എക്സ്റ്റിങ്ഷൻ. ഒരു സ്പീഷീസ് നശിച്ചു പോകുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു സ്പീഷീസും കൂടെ നശിച്ചു പോവുക. When a species become extinct, the plant or animal species associated with it also become extinct. അപ്പൊ നമുക്ക് എന്തെയൊന്നും പറ്റി, ചിലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ടാവും. നമ്മളൊരു ആബ്സെൻസ് ചിലപ്പം നികത്താൻ പറ്റാത്താണെങ്കിൽ അയാളും കൂടി ലോകത്തിൽ നിന്ന് ഇല്ലാതായി പോവും. അതുപോലെ ഒരാൾ ഇല്ലാതാവുമ്പോൾ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരാളും കൂടെ നശിച്ചു പോവാ. അതാ കോ എക്സ്റ്റിങ്ഷൻ. നമ്മൾ കേട്ട പണ്ടത്തെ കുറെ കഥകളൊക്കെ ഉണ്ട്. ഡോഡോ കിളി, കാൽവേരിയ ട്രീ. ഡോഡോ കിളി ഇല്ലേ, ആ കിളി കഴിക്കുന്നത് കാൽവേരിയ പറയുന്ന ട്രീയുടെ സീഡാ. ആ ഫ്രൂട്ട് കഴിച്ചിട്ട് ഡോഡോ കിളിയുടെ വയറ്റിലൂടെ അത് പോവും. ഡോഡോ കിളിയുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ അത് പാസ് ചെയ്തിട്ട് അവസാനം ഡോഡോ കിളി അതിനെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ജെർമിനേറ്റ് ചെയ്യൂ. അതായത് ഡോഡോ കിളിയുടെ വയറ്റിനുള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് ആ സീഡിനെ ജെർമിനേറ്റ് ചെയ്യുന്നത്. ഡോഡോ കിളി നശിച്ചു പോയാൽ പിന്നെ കാൽവേരിയ ട്രീക്ക് പുതിയ ജനറേഷൻ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഡോഡോ കിളി കഴിക്കുന്നത് കാൽവേരിയയുടെ ഫ്രൂട്ട് മാത്രം. ഒരാൾ ഇല്ലാതായപ്പോഴ് മറ്റൊരാളും കൂടെ നശിച്ചു പോയി. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ള പ്ലാൻ പോളിനേറ്റർ മ്യൂച്വലിസം. നമുക്കറിയാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ പോളിനേറ്റ് ചെയ്യാൻ വരുന്ന വേറെ ഏതെങ്കിലും ഒക്കെ കിളികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ ബേർഡ് നശിച്ചുപോയി, അല്ലെങ്കിൽ ആ ഇൻസെക്ട് നശിച്ചുപോയി, അല്ലെങ്കിൽ ആ ബട്ടർഫ്ലൈ നശിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ അവിടെ ആ പ്ലാന്റിന് പോളിനേഷൻ നടക്കൂല. പോളിനേഷൻ നടന്നിട്ടില്ലേ പിന്നെ അതിനടുത്തൊരു ജനറേഷൻ ഉണ്ടാവില്ല, നശിച്ചു പോകും. അതാണ് കോ എക്സ്റ്റിങ്ഷൻ. ഇത്രയും കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാ ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോട്ടേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഈവൽ ക്വാർട്ടറ്റ്. ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം, ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം, ആ ബയോഡൈവേഴ്സിറ്റി നാശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ പഠിച്ചു, ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലേ? ഈ നാശത്തിന് കാരണം ഏറ്റവും മെയിൻ കാരണമായിരുന്നു ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 2 ഓവർ എക്സ്പ്ലോട്ടേഷൻ, 3 ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, 4 കോ എക്സ്റ്റിങ്ഷൻ. എല്ലാരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാ ഈവിൾ ക്വാർട്ടറ്റ്. ചെകുത്താനാണ്. 4 കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകാൻ. ലാസ്റ്റ് വൺ കൺസർവേഷൻ. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമുക്ക് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യണം. ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിക്കണം. എന്തിനാ കൺസേർവ് ചെയ്യുന്നത്? എങ്ങനെ കൺസേർവ് ചെയ്യാം? Why should we conserve biodiversity and how do we conserve biodiversity? Why? How? എന്തിന്? എങ്ങനെ? Why should we conserve biodiversity? എന്തിനാ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നത്? Why എന്ന ചോദ്യത്തിന് നമുക്ക് 3 ഉത്തരങ്ങളാണ്. ഒന്ന് നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ. നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ. 2 ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ. 3 എത്തിക്കൽ റീസൺ. നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ, എത്തിക്കൽ റീസൺ. നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺ, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ, എത്തിക്കൽ റീസൺ. എന്തിനെ കൺസേർവ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ്. എന്തിന്? ഇനി എങ്ങനെ? ഹൗ?
ഫസ്റ്റ് നമ്മൾ ചോദിച്ചു വൈ ഷുഡ് ബി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. നാരോലി നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസ്, പൾസസ്, ഫ്രൂട്ട്, സീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബയോഡൈവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫയർവുഡ്, കത്തിക്കാനുള്ള വിറകുകള്, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, ടാനിൻസ്, റെസിൻസ്, ലൂബ്രിക്കൻ, പെർഫ്യൂം, ദെൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, മരത്തടി, ടിമ്പർ, മെഡിസിൻസ്, ഇതൊക്കെ നാരോലി യൂട്ടിലിറ്റേറിയൻ. ബ്രോഡ്ലി ഓക്സിജനും പോളിനേഷനും. ഓക്സിജൻ കിട്ടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെല്ലാവർക്കും കിട്ടുകയാണ്, നമ്മളാന്നില്ല. ഇവിടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയനാ. ദെൻ അവിടെ പോളിനേഷൻ നടന്നിട്ടില്ലേ പിന്നെ നമ്മളുണ്ടാ. പോളിനേഷൻ നടന്നിട്ടില്ലേ ഭക്ഷണം ഇല്ല. ഭക്ഷണം ഇല്ലേ പിന്നെ നമ്മളില്ല, ഒന്നും ഉണ്ടാവില്ല. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ എക്സാമ്പിൾ ആണ് ഓക്സിജനും പോളിനേഷനും. ലാസ്റ്റ് വൺ എത്തിക്കൽ റീസൺ. എല്ലാ സ്പീഷീസിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. നമ്മൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല. അതാണ് എത്തിക്കൽ റീസൺ പറയുന്നത്. എവറി സ്പീഷീസ് ഹാസ് എൻ ഇൻഡിജിനസ് വാല്യൂ ഇൻ ദിസ് കമ്മ്യൂണിറ്റി. ഓരോ സ്പീഷീസിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, അതാണ് എത്തിക്കൽ റീസൺ. ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെ കൺസേർവ് ചെയ്യാം? വൈ എന്ന ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഹൗ എങ്ങനെ കൺസേർവ് ചെയ്യാം? ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസേർവ് ചെയ്യാം? ആ ചോദ്യത്തിന് ഉത്തരങ്ങളിലേക്ക് പോവാം. ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? How do we conserve biodiversity? ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങൾ. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ, രണ്ട് എക്സിറ്റു കൺസർവേഷൻ. മനസ്സിൽ ഉറപ്പിച്ച മക്കളെ, ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന, നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന സെഷനിൽ നിന്നാണ് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരിക്കും. ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? രണ്ട് രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ, രണ്ട് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു അഥവാ ഓൺ സൈറ്റ് കൺസർവേഷൻ. എവിടെയാണോ നമ്മുടെ ഓർഗാനിസംസ് ഒക്കെ ഉള്ളത്, അവിടെ തന്നെ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അവരുടെ സാധാരണ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു അവിടെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവരെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് വേണ്ട ഹാബിറ്റേറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. In situ conservation and ex situ conservation. In situ means on-site conservation. Ex situ means off-site conservation. In situ conservation നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് 5 പേരുകൾ. In situ conservation 5 ആളുകൾ എന്തൊക്കെയാ നോക്കാം. ഒന്ന് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. രണ്ട് ബയോസ്ഫിയർ റിസർവ്സ്. ബയോസ്ഫിയർ റിസർവ്സ്. മൂന്ന് നാഷണൽ പാർക്ക്. നാല് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അഞ്ച് സാക്രഡ് ഗ്രോവ്സ്. കാവുകൾ, സാക്രഡ് ഗ്രോവ്സ്. ഇത്രയും ആളുകളെ നമുക്ക് ഇൻസിറ്റു കൺസർവേഷനിൽ അറിയേണ്ടത്. ഒന്ന് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, രണ്ട് ബയോസ്ഫിയർ റിസർവ്സ്, മൂന്ന് നാഷണൽ പാർക്ക്, നാല് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അഞ്ച് സാക്രഡ് ഗ്രോവ്സ്. ഇനി എക്സിറ്റും കൂടെ പഠിച്ചാലേ ചിലപ്പോൾ ചോദിക്കും ഇൻസിറ്റുവില് വരാത്തത് ഏതാ,
അല്ലെ താഴെ തന്നേക്കുന്നതിൽ ഏതാ ഇൻസിറ്റു കൺസർവേഷൻ, താഴെ തന്നേക്കുന്നതിൽ ഏതാ എക്സിറ്റു കൺസർവേഷൻ, തന്നേക്കുന്നതിൽ ഓഡ് വൺ ഏതാ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റണം. നമുക്കിനി എക്സിറ്റു കൺസർവേഷനിൽ ഏതൊക്കെയാ നോക്കാം. എക്സിറ്റു കൺസർവേഷനിൽ ഒന്നാമത്തത് സുവോളജിക്കൽ പാർക്ക്, രണ്ട് ബോട്ടണിക്കൽ ഗാർഡൻ, മൂന്ന് ക്രയോ പ്രിസർവേഷൻ, zoological park, botanical garden, cryopreservation, tissue culture propagation, അഞ്ച് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ പഠിച്ചേക്കുന്നത്, അവിടെ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. എക്സാമിന് മാറിപ്പോകരുത്, തെറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളോട് ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ടാവും. തിരിഞ്ഞു പോകരുത്. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്, അക്വേറിയ, ഇതൊക്കെ എക്സിറ്റു കൺസർവേഷനാണ്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻസിറ്റു കൺസർവേഷനിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. മൊത്തം വേൾഡിൽ എത്ര ഹോട്ട്സ്പോട്ട് ഉണ്ട്, ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ട് ഉണ്ട് അറിയോ നമുക്ക്? മൊത്തം ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 3ആണ്. നമ്മളിവിടെ പഠിക്കുന്ന കണക്കുകളൊക്കെ പഴയ NCERT ബേസിസിലാണ്. ആ NCERT പുതിയതായപ്പോഴും കണക്കുകൾ അങ്ങനെ തന്നെ ഉണ്ട്. NCERTയിൽ വലിയായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ കണക്കുകൾ പഠിച്ചു പോകണം. ഈ കണക്കുകളൊക്കെ ഇന്ന് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും തെറ്റാണ്. അപ്പൊ നമുക്ക് ഹോട്ട്സ്പോട്ട് പണ്ടത്തേക്ക് NCERT 25 എന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊപ്പം 9 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യപ്പെട്ടു എന്ന് NCERT പറയുന്നു. ടോട്ടൽ 34 ഹോട്ട്സ്പോട്ട്. 34 ഹോട്ട്സ്പോട്ടാണ് മൊത്തം വേൾഡിലുള്ളത്. ആ 34 ഹോട്ട്സ്പോട്ടിൽ ഒരു 3 ഹോട്ട്സ്പോട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള 3 ഹോട്ട്സ്പോട്ട്. ഒന്ന് വെസ്റ്റേൺ ഗട്ട്, ഈസ്റ്റേൺ ഹിമാലയ, ഇന്തോ ബർമ. വെസ്റ്റേൺ ഗട്ട്, ഈസ്റ്റേൺ ഹിമാലയ, ഇന്തോ ബർമ. വെസ്റ്റേൺ ഗട്ട്, ഈസ്റ്റേൺ ഹിമാലയ, ഇന്തോ ബർമ. മൊത്തം വേൾഡിൽ 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഇന്ത്യയിൽ 3 ഹോട്ട്സ്പോട്ട്. ഹോട്ട്സ്പോട്ടിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്താന്ന് ചോദിച്ചാലോ, ഒന്നാമത്തെ ക്രൈറ്റീരിയ എൻഡമിസം. എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഷീസ് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ്. മറ്റു സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല. നമ്മൾ ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് അവരെ കുറെ കാണുന്നുണ്ട്. സ്പീഷീസ് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ്. മറ്റു സ്ഥലങ്ങളിൽ കാണുന്നില്ല, പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന സ്ഥലത്ത് അവിടെ കുറെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് എൻഡമിസം. ഹോട്ട്സ്പോട്ടിന്റെ മെയിൻ ക്രൈറ്റീരിയ ആണ് എൻഡമിസം. ഹോട്ട്സ്പോട്ടിന്റെ മെയിൻ ക്രൈറ്റീരിയ ആണ് എൻഡമിസം. 2 സ്പീഷീസ് റിച്ച്നെസ്. കുറേ സ്പീഷീസ് ഉണ്ടാവും, അതിൽ എൻഡമിസം ഉണ്ടാവും. മറ്റു സ്ഥലത്തൊന്നും കാണാത്ത സ്പീഷീസ് അവിടെ മാത്രം കാണുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് ഇവിടുത്തെ കീ ക്രൈറ്റീരിയ. ഹോട്ട്സ്പോട്ടിന്റെ മെയിൻ ക്രൈറ്റീരിയ, കീ ക്രൈറ്റീരിയ. ഹോട്ട്സ്പോട്ട് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന നോർമൻ മേയർ പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. നോർമൻ മേയർ. കൺസെപ്റ്റ് ഓഫ് ഹോട്ട്സ്പോട്ട് വാസ് ഡെവലപ്ഡ് ബൈ നോർമൻ മേയർ. നോർമൻ മേയർ പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഹോട്ട്സ്പോട്ട് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഹോട്ട്സ്പോട്ട് മൊത്തം വേൾഡിൽ 34, ഇന്ത്യയിൽ 3. നമുക്ക് നോക്കാം അടുത്തത് ബയോസ്ഫിയർ റിസർവ്സ്. ഈ ബയോസ്ഫിയർ റിസർവ്സ് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തില് 14 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ടെന്നാ. 14 ബയോസ്ഫിയർ റിസർവ്സ്. ഇന്ന് 18 ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന കണക്ക് NCERT കണക്കാണ്. 14 ബയോസ്ഫിയർ റിസർവ്സ്. ഈ ബയോസ്ഫിയർ റിസർവ്സിൽ 3 സോൺസ് ഉണ്ട്. ഈ 3 സോണുകൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ ഒരു സോൺ കാണാം, രണ്ടാമതൊന്ന്, മൂന്നാമതൊന്ന്. ഈ ഏറ്റവും ഇന്നമോസ്റ്റ് സോൺ കോർ സോൺ, ഇത് ബഫർ സോൺ, ഏറ്റവും പുറത്ത് ട്രാൻസിഷണൽ സോൺ.
കോർ സോൺ, ബഫർ സോൺ, ട്രാൻസിഷണൽ സോൺ. ഏറ്റവും ഇന്നമോസ്റ്റ് സോൺ ആണ് കോർ സോൺ. ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ സോൺ ആണ് കോർ സോൺ. ഓക്കെ, ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സോൺ ആണ്. ഹിയർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും നടക്കാത്ത ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലീഗലി പ്രൊട്ടക്റ്റഡ് നാച്ചുറൽ എക്കോസിസ്റ്റം ആണ് നാച്ചുറൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർ സോണാണ്. അവിടെ ഹ്യൂമന്റെ ഓരോ ആക്ടിവിറ്റീസും അലൗഡ് അല്ല. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഒരു ആക്ടിവിറ്റി നടക്കില്ല. രണ്ടാമത്തെ സോൺ കണ്ടില്ലേ, ബഫർ സോൺ. അവിടെ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ്. റിസർച്ച്, സയന്റിഫിക് സ്റ്റഡി എക്സെട്ര ആർ അലൗഡ് ഇൻ ദി ബഫർ സോൺ. ലിമിറ്റഡ് ആയിട്ട് മാത്രമുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ആയിട്ടുള്ള സോണാണ് ബഫർ സോൺ. ഏറ്റവും പുറത്തിരിക്കുന്ന സോൺ ഏതാ? ട്രാൻസിഷണൽ സോൺ. ഏറ്റവും പുറത്തിരിക്കുന്ന സോണാണ് ട്രാൻസിഷണൽ സോൺ. ഇവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഉണ്ട്. നമുക്ക് കാണാം മനുഷ്യന്റെ വീടുകൾ, താമസിക്കുന്ന സ്ഥലം. ഹ്യൂമൻ സെറ്റിൽമെന്റ്, കൾട്ടിവേഷൻ, ഗ്രേസിംഗ്, ക്രോപ്പിംഗ് എക്സെട്ര ആർ അലൗഡ് ഇൻ ദി ട്രാൻസിഷണൽ സോൺ. ഇന്നമോസ്റ്റ് സോൺ ആണ് കോർ സോൺ, മിഡിൽ സോൺ ബഫർ സോൺ, ഔട്ടർ സോൺ ട്രാൻസിഷണൽ സോൺ. ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ സോൺ ആണ് കോർ സോൺ. സെക്കൻഡ് സോൺ ആണ് ബഫർ സോൺ. അവിടെ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മാത്രം അലൗഡ് ആണ്. ഏറ്റവും പുറത്തിരിക്കുന്ന സോണാണ് ട്രാൻസിഷണൽ സോൺ. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അലൗഡ് ആണ്. ഹ്യൂമൻ സെറ്റിൽമെന്റ്, കൾട്ടിവേഷൻ, ഗ്രേസിംഗ്, ക്രോപ്പിംഗ് എക്സെട്ര എല്ലാം അലൗഡ് ആയിട്ടുള്ള സോണാണ് ട്രാൻസിഷണൽ സോൺ. റെഡി അല്ലേ? അടുത്തതിലേക്ക് പോവാ. നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് ഇന്ത്യയിൽ 90 നാഷണൽ പാർക്ക് ഉണ്ട്. നാഷണൽ പാർക്ക് അവിടെ നമുക്ക് അറിയാം ഫ്ലോറ, ഫോന എല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യും. പ്ലാന്റ്സും ആനിമൽസും എല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ 90 നാഷണൽ പാർക്ക് ഉണ്ട്. 90 നാഷണൽ പാർക്ക്. നെക്സ്റ്റ് വൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ വൈൽഡ് അനിമൽസ് മാത്രമേ ഉണ്ടാവൂ. വൈൽഡ് അനിമൽസ് ഏരിയ റിസർവ്ഡ് ഫോർ ദി കൺസർവേഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ഓൺലി. വൈൽഡ് അനിമൽസിന് വേണ്ടി മാത്രമുള്ള ഏരിയ റിസർവ്ഡ് ഫോർ ദി കൺസർവേഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ഓൺലി. അതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിന്റെ എണ്ണം 448. 448. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എണ്ണം 448. ലാസ്റ്റ് വൺ സാക്രഡ് ഗ്രോവ്സ്. കാവുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല വലിയ കാവുകൾ. സത്യത്തിൽ റിലീജിയസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. അവിടെ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നാഗദേവത ഉണ്ട്. അപ്പൊ ആ ഏരിയയിലേക്ക് ആരും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഏരിയ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അത് കാരണം അവിടുത്തെ ഫ്ലോറ ഫോന എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതാണ് നമ്മൾ പറയുന്ന സാക്രഡ് ഗ്രോവ്സ്. ഇത് എവിടേക്കാ കാണുന്നത് നമുക്ക് അറിയണ്ടേ? ഇത് കാണുന്ന സ്ഥലം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഓർക്കുക. ഒരു ജയന്തി ചേച്ചി ഉണ്ട്. ജയന്തി ചേച്ചി അങ്ങ് കാശിക്ക് പോവാ. ഓക്കെ, ജയന്തി ചേച്ചി കാശിക്ക് പോവാ. മേഘങ്ങൾക്കിടയിലൂടെ അങ്ങനെ പോവാ. ഓക്കെ, കാശി ആൻഡ് ജയന്തി ഹിൽസ് ഇൻ മേഘാലയ. കാശിക്ക് പോവാ ജയന്തി ചേച്ചി മേഘങ്ങൾക്കിടയിലൂടെ. കാശി ആൻഡ് ജയന്തി ഹിൽസ് ഇൻ മേഘാലയ. കാശി ആൻഡ് ജയന്തി ഹിൽസ് ഇൻ മേഘാലയ. ആരെങ്ങനെ പറയാ? ആരവങ്ങൾ ഉയരട്ടെ, രാജാവല്ലേ പറയാ. ആരവലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. ആരവലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. ആരവലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. മുന്നേ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആരവലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. അടുത്ത നമുക്ക് നോക്കാം. ചില വെസ്റ്റേൺ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വലിയ കാറൊക്കെ ഉണ്ട് അവർക്ക്. വലിയ മഹാന്മാരാന്നൊക്കെയാ വിചാരം. ഓക്കെ, വെസ്റ്റേൺ ഗഡ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര. വെസ്റ്റേൺ ഗഡ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര. അടുത്തത് ഒന്നും കൂടെ ഉണ്ട്. ബസ്റ്റർ, ചാന്ദ, സാർഗുജ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. ഒരാള് ചന്തയ്ക്കാവുന്നത് അല്ലെങ്കിൽ ബാസ്റ്റർ. സാറന്മാരൊക്കെ ചില സാറന്മാരൊക്കെ ഭയങ്കര ഗുജുഗുജ, സാർഗുജ ഇതൊക്കെ ആവുന്ന എന്തുകൊണ്ടാ? മദ്യം കഴിക്കുന്നുണ്ടാ. ബാസ്റ്റർ, ചാന്ദ, സർഗുജ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. ഇതാണ് സാക്രഡ് ഗ്രോവ്സ് കാണുന്ന സ്ഥലങ്ങൾ. ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ സൂളജിക്കൽ പാർക്ക്. നമുക്കറിയാം അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ബോട്ടാണിക്കൽ ഗാർഡൻ, പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ക്രയോ പ്രിസർവേഷൻ. ലിക്വിഡ് നൈട്രോജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സീഡ്, പോളൻ ഗ്രെയിൻസ്, ഗാമീറ്റ്സ് ഇതൊക്കെ പ്രിസർവ് ചെയ്യപ്പെടുന്നതാണ് ക്രയോ പ്രിസർവേഷൻ. ലിക്വിഡ് നൈട്രോജൻ -196 ഡിഗ്രി സെൽഷ്യസ്. -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രോജനിൽ നമ്മൾ സീഡ്, പോളൻ ഗ്രെയിൻസ്, ഗാമീറ്റ്സ് ഇവരെ പ്രിസർവ് ചെയ്യുന്നതാണ് ക്രയോ പ്രിസർവേഷൻ. ടിഷ്യൂ കൾച്ചർ പ്രിപ്പറേഷൻ. നമുക്കറിയാം ടിഷ്യൂ കൾച്ചർ പ്രോഡക്ട്സുകൾ. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, then
ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്, അക്വേറിയ, ഇതൊക്കെയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസേർവ് ചെയ്യാം? ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. റെഡി അല്ലേ? ഇനി ഇതേ ചാപ്റ്ററിൽ നമുക്ക് 2 സമ്മിറ്റുകൾ പരിചയപ്പെടാറുണ്ട്. എർത്ത് സമ്മിറ്റ്, വേൾഡ് സമ്മിറ്റ്. 2 വർഷങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല, എർത്ത് സമ്മിറ്റും വേൾഡ് സമ്മിറ്റും. നമുക്ക് നോക്കാം എർത്ത് സമ്മിറ്റ് ആൻഡ് വേൾഡ് സമ്മിറ്റ്. ഒരുവിധ എല്ലാ എക്സാംസിലും ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് എർത്ത് സമ്മിറ്റ്, വേൾഡ് സമ്മിറ്റ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടി വന്നേക്കുന്ന 2 സമ്മിറ്റുകൾ, 2 ഉച്ചകോടികൾ. ആദ്യം ഉണ്ടായിരുന്ന എർത്ത് സമ്മിറ്റ് ആയിരുന്നു. എർത്ത് സമ്മിറ്റ് വേൾഡ് സമ്മിറ്റ്. എർത്ത് സമ്മിറ്റും വേൾഡ് സമ്മിറ്റും. എർത്ത് സമ്മിറ്റ് നടന്നേക്കുന്ന വർഷം 1992, 1992. 1992. വേൾഡ് സമ്മിറ്റ് 2002. ഇങ്ങനെ വേൾഡ് നെയ്ത 2002. വേൾഡ് സമ്മിറ്റ് നടന്നേക്കുന്ന വർഷം 2002. എർത്ത് സമ്മിറ്റ് നടന്നേക്കുന്ന വർഷം 1992. 1992 റിയോ ഡി ജനീറോ, ബ്രസീൽ. ബ്രസീലില് റിയോ ഡി ജനീറോ പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എർത്ത് സമ്മിറ്റ് നടന്നേക്കുന്നത്. എർത്ത് സമ്മിറ്റ് നടന്നേക്കുന്ന സ്ഥലം റിയോ ഡി ജനീറോ, ബ്രസീൽ. നടന്നേക്കുന്ന വർഷം 1992. വേൾഡ് സമ്മിറ്റ് നടന്നേക്കുന്ന ഇയർ 2002. സ്ഥലം ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ വെച്ചിട്ടാണ് വേൾഡ് സമ്മിറ്റ് നടന്നേക്കുന്നത്. എർത്ത് സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോ, ബ്രസീൽ. 2002 വേൾഡ് സമ്മിറ്റ് ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. എർത്ത് സമ്മിറ്റ്. എർത്ത് സമ്മിറ്റിന്റെ മെയിൻ എയിം എന്തായിരുന്നു? എർത്ത് സമ്മിറ്റ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യപ്പെടുക. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതായിരുന്നു എർത്ത് സമ്മിറ്റിന്റെ മെയിൻ എയിം. വേൾഡ് സമ്മിറ്റ്. വേൾഡ് സമ്മിറ്റിന്റെ എയിം എന്തായിരുന്നു? ടു റെഡ്യൂസ് കറന്റ് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അറ്റ് ഗ്ലോബൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ ബൈ 2010. 2010 ആവുമ്പോഴത്തേക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന് ഗ്ലോബൽ ലെവലിലും റീജിയണൽ ലെവലിലും ലോക്കൽ ലെവലിലും ഒക്കെ കുറച്ചു കൊണ്ടുവരാം. ഇതായിരുന്നു വേൾഡ് സമ്മിറ്റിന്റെ എയിം. ടു റെഡ്യൂസ് കറന്റ് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അറ്റ് ഗ്ലോബൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ ബൈ 2010. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ്